ഗസ എന്ന ചെറുമുനമ്പിൽ ഇസ്രായേൽ നടത്തിവരുന്ന നരനായാട്ട് വാർത്തകളുടെയും ചിത്രങ്ങളുടെയും ദൃശ്യങ്ങളുടെയും രൂപത്തിൽ നമ്മളിലേക്ക് എത്താൻ തുടങ്ങിയിട്ട് 1.5 വർഷമാകുന്നു. ലോകത്ത് സംഘർഷങ്ങൾ ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്ന അനവധി സംഘടനകളുണ്ടെങ്കിലും ഗസയിലെ മനുഷ്യരുടെ കാര്യത്തിൽ മാത്രം അവർ നോക്കുകുത്തികളായി തുടരുകയാണ്. ജനാധിപത്യത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ് ഗസയിൽ ചോരപ്പുഴ ഒഴുക്കാനുള്ള ആയുധവും പണവും നൽകുന്നത്. വേട്ടക്കാരനൊപ്പം യാതൊരു കൂസലുമില്ലാതെ അവർ നിലകൊള്ളുന്നു. പലവിധ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ഇസ്രായേൽ എന്ന ചോരക്കൊതിയൻ ഭരണകൂടം ഗസയിൽ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ വിലക്കാൻ തയ്യാറാകാതെ ഒരു സമൂഹം കാഴ്ചക്കാരാകുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെ ഞെട്ടിച്ച സബ്ബത്ത് ആക്രമണത്തിന് പിന്നാലെ ഹമാസിനെ ഇല്ലാതാക്കാൻ എന്ന കാരണം പറഞ്ഞാണ് സയനിസ്റ്റ് ഭരണകൂടം ഗസയിലേക്ക് കടന്നു കയറുന്നത്. വ്യോമ നാവിക കരമാർഗങ്ങൾ ഉപയോഗിച്ച് വംശഹത്യക്കുള്ള ശ്രമങ്ങളായിരുന്നു അവരവിടെ അന്ന് തുടങ്ങിയത്. ആശുപത്രിയെന്നോ സ്കൂളെന്നോ അഭയാർത്ഥി ക്യാമ്പുകളെന്നോ വ്യത്യാസമില്ലാതെ അവർ ഓരോന്നും തകർത്തുകൊണ്ടേയിരുന്നു. മരണസംഖ്യ പ്രതിദിനം 1000-വും 10,000-വും കടന്നു. അപ്പോഴും അവർക്ക് വേണ്ട നയതന്ത്ര പ്രതിരോധ സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു എന്നിടത്ത് ആധുനിക സമൂഹത്തിന്റെ കാപട്യം കൂടിയാണ് രേഖപ്പെടുത്തപ്പെട്ടത്. പ്രത്യേകിച്ചും അമേരിക്ക നേതൃത്വം നൽകുന്ന പാശ്ചാത്യ ശക്തികളുടെ കാപട്യം. യുക്രൈൻ അധിനിവേശത്തെ അപലപിച്ചവർ യാതൊരു കുറ്റബോധവുമില്ലാതെ ഇസ്രായേലി അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നതായിരുന്നു കാഴ്ച. നിലവിലെ കണക്കനുസരിച്ച് 52,314 ഫലസ്തീനികളാണ് ഇസ്രായേലി ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടത്. അതിൽ ഏറെ ഞെട്ടിക്കുന്ന വസ്തുത അവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ്. അതിന്റെ കൃത്യമായ കണക്കുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഗസയിൽ നടക്കുന്ന ഇസ്രായേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ 65% സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ഗസൻ സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗസ ആസ്ഥാനമായ സർക്കാർ മാധ്യമ ഓഫീസാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. 18 മാസം പിന്നിടവേ ഇതുവരെ 18,000 കുട്ടികളും 12,400 സ്ത്രീകളെയുമാണ് സയനിസ്റ്റ് സൈന്യം കൊന്നൊടുക്കിയത്. ഗസയിലെ 2,180 കുടുംബങ്ങളെയാണ് ഒരാൾ പോലും അവശേഷിക്കാത്ത രൂപത്തിൽ ഉന്മൂലനം ചെയ്തതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒരാൾ മാത്രം അവശേഷിക്കുന്ന 5,070 കുടുംബങ്ങളും ഗസയിലുണ്ട്. ബാക്കിയുള്ളവരെയെല്ലാം അതിൽ കുട്ടികളെന്നോ കിടപ്പിലായ വൃദ്ധരെന്നോ വേർതിരിവില്ലാതെ ഇസ്രായേലി സൈന്യം കൊന്നൊടുക്കുകയായിരുന്നു. ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണങ്ങൾ ഗസൻ ജനതയെ തന്നെ തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. ഡോക്ടർമാർ, മാനുഷിക പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ എന്നിങ്ങനെ ഏത് യുദ്ധമേഖലയിലും പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നവരെ പോലും ഇസ്രായേൽ വെറുതെ വിട്ടിരുന്നില്ല. 1,400-ലധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. 212 മാധ്യമപ്രവർത്തകരുടെ ജീവനും ഗസയിൽ നഷ്ടമായിട്ടുണ്ട്. പലവിധ സമ്മർദ്ദങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഒരടി പിന്നോട്ടില്ല എന്ന പിടിവാശിയിലാണ്. അതിനവർക്ക് കരുത്തു പകരുന്നത് അമേരിക്കയുടെ നിരുപാധിക പിന്തുണയുമാണ്. ഗസ മുനമ്പിന്റെ സൈനിക നിയന്ത്രണം നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന നിലപാടിലാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഏപ്രിൽ 27 അദ്ദേഹം അത് വീണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനമെന്നതും പ്രസക്തമാണ്. ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങണമെന്നതാണ് ഹമാസ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന കാര്യം. ആ സമയത്തുള്ള നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം വെടിനിർത്തലിനെ അട്ടിമറിക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹമാസിന് പകരം ഫലസ്തീൻ അതോറിറ്റിയെ ഗസയുടെ ഭരണം ഏൽപ്പിച്ചാലും പിന്നോട്ടില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇതോടെ ഗസയിൽ സമാധാനം പുലരുന്ന കാര്യം വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. അതായത് രാഷ്ട്രീയ നേട്ടത്തിനായി ഗസയിൽ സമാധാനം പുലരാതിരിക്കാൻ നെതന്യാഹു പരിശ്രമത്തിലാണ് എന്നർത്ഥം.